Hello all, welcome to my evening routine or evening study vlog video. സിൻസ് എൻ്റെ സൗണ്ട് അത്ര ശരിയല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ ഒരു സൂപ്പ് പൊടിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ റൂം വളരെ മിസ്സായിട്ടായിരുന്നു കിടന്നിരുന്നത്. ഞാൻ അത് ആദ്യമേ ക്ലീൻ ചെയ്തു, കാരണം ക്ലീൻ സ്പേസ് ഉണ്ടെങ്കിലാണ് എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. റൂം ക്ലീൻ ചെയ്ത് ഞാൻ ഹോർത്തോസിൽ നിന്ന് വാങ്ങിച്ച 3 ബുക്സ് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അതിലേക്ക് നല്ല ബുക്ക് മാർക്സ് ഒക്കെ കയറ്റി വെച്ച് ഞാൻ ബുക്സ് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. നമ്മുടെ ബോഡിക്ക് വയ്യെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളോട് എന്തോരം സഹകരിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കിയ ഒരു ദിവസമാണ് കേട്ടോ. എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഞാൻ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ആയിട്ട് ഫേസ് ചെയ്തൊരു കാര്യമുണ്ട്, കറക്റ്റായിട്ടുള്ള നോട്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ചേർന്ന് പഠിക്കാത്തതുകൊണ്ട് നമുക്കുള്ള നോട്ട്സ് നമ്മൾ തന്നെ കണ്ടുപിടിക്കാനല്ലോ. ഞാൻ കുറേ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫ്രീ നോട്ട്സാണ് കേട്ടോ റെഫർ ചെയ്യുന്നത്. അതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നോട്ട്സ് ഉണ്ടാവും. നമ്മൾ സിലബസ് വെച്ച് തന്നെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും വേണ്ടി വരില്ല. അപ്പം അതിൽ നിന്ന് തപ്പി കണ്ടുപിടിച്ച് കറക്റ്റായിട്ടുള്ള നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക്കാണ്. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ ഒരു ടാസ്കിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നോട്ടൊക്കെ കണ്ടുപിടിച്ച് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ബോഡി അത്ര സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വിൻഡോസൊക്കെ ക്ലോസ് ചെയ്ത് കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തോ ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി വാങ്ങിച്ചൊരു ബുക്കിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് അത് വായിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീൻ ബാഗിൽ പോയി ഇരുന്ന് ആദ്യം വായിച്ചു തുടങ്ങി, പിന്നെ ചെറുതായിട്ട് ചാരി വായിച്ചു തുടങ്ങി, പിന്നെ കിടന്ന് വായിക്കാൻ ഞാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നേരെ ബെഡിൽ ചെന്ന് ബെഡിലിരുന്ന് വായിക്കാൻ തുടങ്ങി. അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കിടപ്പിലേക്ക് മാറി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബോഡി ഒട്ടും സഹകരിക്കാത്തതുകൊണ്ട് വായിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. സോ that's all for today. See you in the next video. Bye.